ഇന്നൊരു ചെറിയൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താണ്ട് നമ്മുടെ വാഹനങ്ങളുടെയൊക്കെ പെയിൻറ്റിൻ്റെ തിക്നെസ് ചെക്ക് ചെയ്യുന്ന ഒരു ഗേജ്. നമ്മളൊരു വാഹനം യൂസ്ഡ് വാഹനമൊക്കെ വാങ്ങാൻ പോകുന്ന സമയത്ത് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനൊരു വാഹനം നോക്കുന്ന സമയത്ത് എനിക്കൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണിത്. വാഹനത്തിന് ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് അധികം ഓവറായിട്ട് പെയിൻറ്റ് തിക്നെസ് കൂടുതലുണ്ടോ, അല്ലെങ്കിൽ റീപെയിൻറ്റ് ചെയ്തുകൊണ്ട് റെഡിയാക്കിയതാണോ, അല്ലെങ്കിൽ പുട്ടി വർക്കൊക്കെ കൂടുതൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്കും നിങ്ങൾക്കൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ചെക്ക് ചെയ്യാൻ ഈസി ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റിയുള്ള ഒരു പ്രൊഡക്റ്റാണിത്. ഏകദേശം 200 മൈക്രോ മീറ്റർ എന്നുള്ള ഒരു കണക്കിലാണ് ഇതിൻ്റെ ഒരു ആവറേജ് വാല്യൂ കണക്കാക്കുക. അപ്പോൾ നമ്മളൊരു വാഹനത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൊണ്ടുപോയിക്കാണ്ട് ഇത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് കറക്റ്റായിട്ട് ആ ഭാഗത്തുള്ള തിക്നെസ് എത്രത്തോളം ഇതിനകത്ത് നമുക്ക് കറക്റ്റായിട്ട് കാണിക്കും. നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ആ വാഹനത്തിന് എന്തെങ്കിലും ഡാമേജ് കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ടൂൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇത് പലർക്കും അറിയുന്നതായിരിക്കും, മാർക്കറ്റിലൊക്കെ അവൈലബിൾ ഒരു പ്രൊഡക്റ്റാണത്. ഈ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുന്നതോടൊപ്പം തന്നെ രണ്ട് വാഹനങ്ങൾ നമുക്ക് പരിചയപ്പെടുത്താണ്ട് ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റിൽ ഒരു സാൻഡ്രോ എന്ന വാഹനം, ഒരു ഹ്യുണ്ടായിൻ്റെ എക്സെൻ്റ് എന്ന ന്യൂ ഷേപ്പിൽ വരുന്ന എക്സെൻ്റ് എന്ന വാഹനം, സാൻഡ്രോ ഓട്ടോമാറ്റിക് AMT ഗിയർ ബോക്സിൽ വരുന്ന വാഹനമാണ്. സാൻഡ്രോയുടെ ഇൻറ്റീരിയർ ഭാഗമാണ് ഈ കാണുന്നത്. നമ്മുടെ മേസ് ക്ലാസ് ബെൻസിൻ്റെ AC വിൻഡിന് ഒരു സമാനമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു AC വിൻഡ് ഡിസൈൻ വന്നിട്ടുള്ളത്. നല്ല ഇൻറ്റീരിയർ, നല്ല ഒരു ആംബിയൻസ് കാര്യങ്ങളെല്ലാം വരുന്ന രീതിയിൽ, പിന്നെ ഒരു പ്രീമിയം ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ വന്നിട്ടുള്ളത്. AMT ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വരുന്ന 2022 മോഡൽ നിൽക്കുന്ന ഹ്യുണ്ടായി സാൻഡ്രോ സ്പോർട്സ് എന്ന വേണ്ടി നിൽക്കുന്ന വാഹനം. വെറും 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനമാണ്. മേജർ ആക്സിഡൻറ്റോ പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഓട്ടോമാറ്റിക് പെട്രോൾ എഞ്ചിൻ നമുക്കൊരു 15 to 17 റേഞ്ചിൽ മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം. ഈ ഒരു ഗേജ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മതി. പ്രസ് ചെയ്യേണ്ട, ജസ്റ്റ് വെച്ചാൽ തന്നെ ഇതിനകത്ത് വാല്യൂ കാണിക്കും. 225 ആണ് ഇപ്പോൾ ഇതിനകത്ത് വാല്യൂ കാണിക്കുന്നത്. ഇനി മുകളിൽ ഈ റൂഫ് ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 245, ഏകദേശം 200 അടുപ്പിച്ചാണ് ആ ഒരു വാല്യൂ കണക്കാക്കുന്നത്. ഈ 200 മുകളിൽ അത് 300 എബോ ചില വാല്യൂ കാണിക്കാൻ. ഇപ്പം ഇതൊരു പഴയ വാഹനമാണ്, സാൻഡ്രോ എന്നുള്ള പഴയ വാഹനമാണിത്. ഇതൊക്കെ അത്യാവശ്യം പെയിൻറ്റ് ചെയ്ത വാഹനമാണിത്. ഇത് 300 കാണിക്കണം. ആ ഒരു തിക്നെസ് ഇത് കൂടുതലുള്ളതുകൊണ്ടാണ് അത്രയും വാല്യൂ കൂടുതലായിട്ട് കാണിക്കുന്നത്. അധികം പുട്ടി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് കുറച്ചൊരു പുട്ടി കൂടുതൽ വർക്കുകളായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ആ ലൈനൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് വെക്കുമ്പോൾ ഏകദേശം 600 ചില്ലാനൊക്കെ ഇതിൻ്റെ 590, 600 ഇതിൻ്റെ വാല്യൂ കാണിക്കുന്നത്. ഇത്തരത്തിൽ നമുക്ക് ആ ഒരു വാഹനത്തിൻ്റെ ഒരു പെയിൻറ്റിൻ്റെ ബോഡിയുടെ പെർഫെക്ഷൻ എത്രത്തോളം ഉണ്ടെന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടൂളാണിത്. അപ്പോൾ ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റിൽ വരുന്ന ഒരു ചെറിയ ബഡ്ജറ്റിൽ വരുന്ന ചെറിയ ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റിയിട്ടുള്ള അത്യാവശ്യം മോഡലുള്ള ഒരു വാഹനം ആരെങ്കിലും അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്നൊരു വാഹനം. അത്യാവശ്യത്തിലധികം ടയർ കണ്ടീഷനും കാര്യങ്ങളെല്ലാം നിൽക്കുന്നു. ചെറിയ ഒരു ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റ് വാഹനം അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വാഹനം തന്നെയെന്ന് പറയും ഈ സാൻഡ്രോ സ്പോർട്സ് എന്ന AMT ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് എന്ന വാഹനം. അത്യാവശ്യത്തിലധികം എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നു. ഇനി നേരെ ഒരു സഡൻ സെഗ്മെൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഹ്യുണ്ടായിൻ്റെ എക്സെൻ്റ് 2017 മോഡൽ വരുന്നൊരു വാഹനമാണത്. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന KL 47 കൊടുങ്ങല്ലൂർ രജിസ്ട്രേഷൻ എന്ന വാഹനം. ഈ എക്സെൻ്റിന് ഏറ്റവും വലിയ യൂണിക്നെസ് എന്താ, ഈ ഒരു ഫ്രണ്ടിലെ ഒരു ക്രോം ഫിറ്റിങ്ങോട് കൂടിയുള്ള ന്യൂ ഷേപ്പിൽ വന്നിട്ടുള്ള ഒരു ഫേസ് ലിഫ്റ്റ് വന്നിട്ടുള്ള ഒരു ഗ്രില്ലിൻ്റെ ഒരു പാറ്റേൺ തന്നെയാണ്. കാരണം അത് ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഡിസൈനാണ് വന്നിട്ടുള്ളത്. സെയിം നമ്മൾ ഡിക്കി ഭാഗത്തേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് പ്രൊഫൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും പഴയ എക്സെൻറ്റിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു പുതിയ എക്സെൻറ്റിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ വളരെ നമ്മളെ ഒരു അട്രാക്ഷൻ വരുന്ന രീതിയിലാണ് പുതിയ ഡിസൈൻ വന്നിട്ടുള്ളത്. എക്സെൻറ്റ് S എന്ന വേരിയൻ്റ് വാഹനമാണ്. എസ്സിൽ അത്യാവശ്യത്തിലധികം ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം നിൽക്കുന്നു. എക്സ്റ്റീരിയർ ഭാഗങ്ങളൊന്നും പരിക്കോ ഡാമേജോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇൻറ്റീരിയർ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നല്ല സീറ്റ് വർക്ക് ഇതിനകത്ത് വന്നിട്ടുണ്ട്. 4 പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ് കൺട്രോൾ, എയർ ബാഗ്, ABS തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പൈനിയറിൻ്റെ സ്റ്റീരിയോ വന്നിട്ടുണ്ട്, ഹാൻഡ് റെസ്റ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന മാനുവൽ ഗിയർ ബോക്സിൽ വരുന്ന ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം 4,35,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. ഓൾമോസ്റ്റ് ഒരു 4 ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണിത്. 5 വർഷത്തേക്കായിരിക്കും ഇതിന് ഫിനാൻസ് സൗകര്യം ലഭിക്കുന്നത്. നല്ലൊരു സഡാൻ സെഗ്മെൻറ്റിൽ അത്യാവശ്യം നല്ല യാത്രാ കംഫർട്ടും ഇൻറ്റീരിയർ സ്പേസും കൂടിയുള്ള ഒരു വാഹനം കൂടിയാണ്. അപ്പോൾ 2 വാഹനങ്ങളും നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റിൽ സാൻഡ്രോയും മാനുവൽ ഗിയർ ബോക്സ് വരുന്ന എക്സെൻ്റ് എന്ന വാഹനം. വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ഇതുപോലത്തെ വാഹന വിശേഷങ്ങളും ടിപ്സും ട്രിക്സിനൊക്കെ ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക.